പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്നലെ ഒരു വാർത്ത നമ്മളെല്ലാം ഞെട്ടിച്ചതാണ്. ജിം ട്രെയിനറായ 28 വയസ്സുള്ള മാധവ് എന്ന ചെറുപ്പക്കാരന്റെ മരണം. അത് ഒരുപാട് ജിമ്മുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് കുഴഞ്ഞു വീണ മരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മിക്ക ദിവസം കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മരണമാണ് എന്നാണ് ഞാനും ആദ്യം ഓർത്തത്. അതുകൊണ്ട് സാധാരണ ജിമ്മുകളിലെ വാർത്ത വരുമ്പോൾ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ഒന്നും എടുത്ത് നോക്കുന്നത്. കാരണം ഞാനൊരു 5 വർഷത്തോളം ജിമ്മിൽ നല്ലപോലെ വർക്കൗട്ട് ചെയ്തതാണ്. 5 വർഷം തുടർച്ചയായിട്ട് വർക്കൗട്ട് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളും എല്ലാം മുഴുവൻ നമുക്കറിയാം. അവിടെ എന്താ ജിമ്മുകളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ മരിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ആ ഓരോ വാർത്ത വരുമ്പോഴത്തേന് അതിന്റെ വിശദാംശം എടുത്ത് നോക്കുന്നതാണ്. അപ്പൊ ഈ മാധവ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ അടുത്ത ഡിസംബർ ജനുവരിയിലൊക്കെ വരുമ്പോൾ കോമ്പറ്റീഷൻ സമയമാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള അതികഠിനമായ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്നും പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റാണ് അദ്ദേഹം ജിമ്മിൽ പോകുന്നത്. ആ സമയത്ത് 4 മണി കഴിഞ്ഞിട്ടും ഞാൻ പോകാതെ വന്നപ്പോഴത്തേന് വീട്ടുകാര് അമ്മ ചെന്ന് നോക്കിയപ്പോഴത്തേന് കതക് അടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ്. മുട്ടി വിളിച്ചിട്ടൊന്നും രക്ഷയില്ല. അവസാനം എല്ലാവരും കൂടി കതക് തല്ലിപ്പൊളിച്ചാണ് അകത്ത് കയറിയത്. അകത്ത് കറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം കട്ടിലിന് താഴെ ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്. അപ്പം വേറെ ഒരു മരണകാരണത്തിന് വേറെ സംഭവങ്ങളൊന്നും കാണുന്നില്ല. പിന്നീട് എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഒന്നെങ്കിൽ അറ്റാക്ക് ആയിരിക്കണം മരണകാരണം. കാരണം ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും എന്ന് വെച്ചാണ് എല്ലാവരും ഇടുന്നത്. പിന്നെ വിശദമായിട്ട് പോലീസ് വന്ന് പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴത്തേനും മുഖത്തെല്ലാം കരിവാളിച്ച പോലെ നീല നിറങ്ങൾ കണ്ട്. അപ്പൊ എല്ലാവരും സംശയം പാമ്പ് കടിയേറ്റ് മരിച്ചതാണെന്നുള്ള സംശയത്തിലാണ് നാട്ടുകാരും അടക്കം എല്ലാവരും അങ്ങനെ ഒരു കണ്ടത്. എന്നാൽ പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴത്തേന് നോക്കിയപ്പോഴത്തേന് ഹാർട്ടിന് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം മരണകാരണം ഹാർട്ട് അറ്റാക്ക് അല്ലെന്നുള്ള മനസ്സിലായി. പിന്നെ ദേഹത്ത് മുറിവോ കാര്യങ്ങളോ ഒന്നും. അപ്പൊ അതും ഇതായി പാമ്പ് കടി ഏറ്റിട്ടെല്ലാം മരിച്ചിരിക്കുന്നുള്ളതിന് 100% ഉറപ്പായി. പിന്നീട് ഹൃദയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ഹൃദയം പെട്ടെന്ന് സ്റ്റക്കായ പോലെ നിന്നു പോവുകയായിരുന്നു. അതാണ് മരണകാരണം എന്നാണ് പറഞ്ഞത്. അപ്പം പോലീസ് അദ്ദേഹത്തിന്റെ വീടും പരിസരങ്ങളും കാര്യങ്ങളും എല്ലാം പോലീസ് ഇന്നലെ നോക്കി. അദ്ദേഹത്തിന്റെ മുറി നോക്കിയപ്പോഴത്തേനാണ് കൂടുതൽ ജർമ്മൻ നിർമ്മിതമായ സ്റ്റിറോയിഡ് മരുന്നുകൾ. കാരണം ഈ കോമ്പറ്റീഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന പ്രോട്ടീൻ പൗഡർ. ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്റ്റിറോയിഡ് തന്നെയാണ്. കാരണം ഇത് പെട്ടെന്ന് ബിൽഡ് ആകാൻ വേണ്ടി, ശരീരം പെട്ടെന്ന് മസിലുണ്ടാകാൻ വേണ്ടി പിള്ളേർ കാണിക്കുന്ന ഒരു കുറുക്ക് വഴിയാണ്. സാധാരണ നമ്മളൊക്കെ ജിമ്മിൽ പോയി 4-5 വർഷം അല്ലെ 10 വർഷത്തോളം അതികഠിനമായ വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ശരീരം ഒന്ന് പുഷ്ടിപ്പെടത്തുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്ന് 1-2 വർഷം കൊണ്ട് പിള്ളേർക്കൊക്കെ നല്ല ഷോയി ശരീരം ഇരിക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കുറുക്ക് വഴിയാണ് പെട്ടെന്ന് പ്രോട്ടീൻ പൗഡറൊക്കെ മേടിക്കുക. ഇപ്പം നേരത്തെയൊക്കെ കോട്ടയത്തൊക്കെ ഒരുപാട് ഷോപ്പുകളിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ആ പരിശോധനയൊക്കെ വന്നപ്പോഴത്തേനും അതെല്ലാം നിന്നുപോയി. ഇപ്പൊ ഓൺലൈനിൽ ഏത് സാധനം വേണേലും മേടിക്കാൻ കിട്ടും. ഈ ഓൺലൈനിലെ സാധനം മേടിക്കുമ്പോഴത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിലാണേലും എല്ലാ വീഡിയോയിലൊക്കെ പ്രൊഫഷണൽ ബോഡി ബിൽഡറെ കൊണ്ടാണ് ഇവർ ഈ പരസ്യം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേന് പിള്ളേരെ സംബന്ധിച്ച് ഇത് കാണുമ്പോഴത്തേന് അവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരം ബിൽഡ് ആവുന്നുള്ള കണക്കൂട്ടൽ, അല്ലെങ്കിൽ മസിലൊക്കെ നല്ല പെരുപ്പിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ള കണക്കൂട്ടലാണ് ഈ പിള്ളേരെല്ലാം ഈ സ്റ്റിറോയിഡ് പ്രോട്ടീൻ പൗഡറും ഒക്കെ മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് കുഴപ്പമെന്ന് പറയുന്നത്, ഇപ്പം ഒരു കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ ആ ഒരു സമയത്തെ പെർഫോമൻസ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ആളെ അടുത്ത വർഷം കോമ്പറ്റീഷന് കാണത്തില്ല. ഞങ്ങൾ പല ഈ പുതുപ്പള്ള ജിമ്മ് നടത്തുന്ന, യൂണിവേഴ്സൽ ജിമ്മ് നടത്തുന്ന രഞ്ജുവാണ്, എന്റെ സുഹൃത്താണ്. അപ്പൊ ഞങ്ങൾ അദ്ദേഹമൊക്കെ ആയിട്ട് പല പ്രാവശ്യം കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴത്തേന് നല്ല മിടുക്കരായ പിള്ളേർ, ഇപ്പം മിസ്റ്റർ കേരള കിട്ടുന്നുണ്ട്, മിസ്റ്റർ കോട്ടയം കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പ്രൈസ് കിട്ടുന്ന പിള്ളേര് അടുത്ത കോമ്പറ്റീഷൻ വരുമ്പോഴത്തേന് അത് കാണത്തില്ല. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 1-2 വർഷം മാത്രമേ അവരൊക്കെ തിളങ്ങി നിൽക്കത്തുള്ളൂ. പിന്നീട് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോവുകയാണ്. ഇത് ഓരോരോ അസുഖങ്ങൾ മൂലം പിന്നീട് ഇതൊന്നും നമ്മളാരും അറിയുന്നില്ല. ഒരു ജിമ്മുകാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ ഈ പ്രോട്ടീൻ പൗഡർ വിൽക്കുക എന്ന് പറയുമ്പോഴത്തേന് ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവാണ് ഒരു ജിമ്മിന് അതിന്റെ ഉപകരണങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി. അപ്പൊ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ 2500 രൂപയ്ക്ക് വിൽക്കുന്ന പ്രോട്ടീൻ പൗഡറിന് 1000 രൂപയോളം ജിമ്മുകാർക്ക് ലാഭമുണ്ട്. അപ്പൊ ഇതൊക്കെ കുറഞ്ഞ ചെലവിലാണ് ഇതെല്ലാം നിർമ്മിച്ചുകൊണ്ട് വരുന്നത്. ഇതൊക്കെ അമിതമായ സ്റ്റിറോയിഡ് അതുപോലെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. പിള്ളേരെല്ലാം ഒരുപാട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, കൈക്കാണേലും കാലിനാണേലും എല്ലാം എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മരണകാരണങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മുറി പരിശോധിച്ചപ്പോഴത്തേന് ഇപ്പം കണ്ടത് ഒരുപാട് പ്രോട്ടീൻ പൗഡറുകളെ, ജർമ്മൻ നിർമ്മിതമായ പ്രോട്ടീൻ പൗഡറുകളെ, അതുപോലെ സിറിഞ്ചുകളെ എന്ന് പറഞ്ഞ സ്റ്റിറോയിഡ് ഇഞ്ചക്ട് ചെയ്യുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ മൂലമാണോ മരണകാരണം എന്നുള്ളതാണ് ഇനിയിപ്പം പോലീസ് അന്വേഷിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇതിന്റെ ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. കാരണം ഈ പരസ്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ശരീരം വലിയ അർണോണിനെ പോലെയുള്ള വലിയ ബോഡി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹക്കാരായിരിക്കും. അവരെ സംബന്ധിച്ച് ഈ അമിതമായ മാരക വിഷം മേടിച്ച് കഴിക്കുമ്പോഴത്തേന് മാതാപിതാക്കൾ
മാതാപിതാക്കളെ സംബന്ധിച്ച് അറിയുന്നില്ല. ദയവ് ചെയ്ത് ഈ കുട്ടികളായിട്ടുള്ള ഒരു ജിമ്മിൽ പോകുന്നവരൊക്കെ മാതാപിതാക്കൾ അവരുടെ മുറികളൊക്കെ ഇടയ്ക്കെങ്കിലും നോക്കണം. കാരണം ഇങ്ങനെയുള്ള മരുന്നുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരത് തുടക്കത്തിലേ പറഞ്ഞ്, കാരണം ജിമ്മുകളിലെ ഇതുപോലെ ഒത്തിരി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ജിമ്മുകളൊക്കെ നടത്തുന്നവർ അവരൊന്നും പറയാറില്ല. ആ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, പുതുപ്പള്ളി ഞാൻ ജിം നടത്തുന്ന രഞ്ജു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇത് ഉപയോഗിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഓടിക്കും. കാരണം അത്രയ്ക്കും ഞങ്ങൾക്കറിയാം ഇതിന്റെ സൈഡ് എഫക്ട് എന്താന്നുള്ളത്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ വൈകുന്നേരം ജിമ്മിൽ നിന്ന സമയത്ത് അവിടെ മറ്റാരുമില്ല. അപ്പോഴത്തേനും ഒരു പയ്യൻ 10, 12, 13 വയസ്സേ ഉള്ളൂ. ഒരു പയ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു ജിമ്മിൽ ചേരുന്നതിന് എത്ര രൂപ എന്നൊക്കെ ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞു സാറിന് രഞ്ജു അവിടെ 18 വയസ്സ് കഴിഞ്ഞവരെ മാത്രമേ അവിടെ ജിമ്മിൽ കയറ്റത്തുള്ളൂ. അപ്പൊ ഈ ചെയ്യുന്ന അത്ര പ്രായമൊന്നുമില്ല. അപ്പൊ ഞാൻ അവിടുത്തെ ജിമ്മ എല്ലാം കാണാൻ വന്നതായിരിക്കും വെച്ച് നിന്നപ്പോൾ എന്നോട് ചോദിച്ചു. ആദ്യം പിന്നെ ചോദിക്കുന്നത്, ചേട്ടാ ഇവിടെ പ്രോട്ടീൻ പൗഡർ ഉണ്ടോന്ന് ചോദിക്കുന്നത്. ഏതാ 13 വയസ്സ് പോലും പ്രായമില്ലാത്ത ആ ചെറുക്കന് തോന്നുന്നത് ഇവിടെ ഈ ജിമ്മുകളിലെല്ലാം പ്രോട്ടീൻ പൗഡർ, ആ ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞാണ് പിള്ളേരെല്ലാം ഇത് മേടിച്ച് അമിതമായിട്ട് കഴിക്കുന്നത്. ഇത് മൂലം ഒരുപാട് ഇത് കൊടും വിഷമാണ് മനുഷ്യ ശരീരത്തിലേക്ക് ഇത് കയറുന്നത്. ഇത് സാധാരണ ഇപ്പൊ സിനിമയ്ക്കകത്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ഒരു ദിവസം കഴിക്കുന്നത് 30 മുട്ടയാന്ന് പറഞ്ഞു. ഉണ്ണിമുകുന്ദൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് അത് കഴിക്കാം. അല്ലാതെ സാധാരണ ഈ ഒരാഴ്ച അല്ലെ ഒരു മാസം ജിമ്മി വരുന്ന ആള് 30 മുട്ടയൊക്കെ കഴിച്ചാൽ ആ നിമിഷം തട്ടിപ്പോവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഏത് ജിമ്മിലാണെങ്കിലും ചെല്ലുമ്പോഴത്തേന് അവിടുത്തെ ട്രെയിനർ നല്ലതാണോ അല്ല നല്ല പരിശീലകനാണോ എന്നുള്ള ആദ്യം നിങ്ങൾ തിരക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ അവിടെ വർക്കൗട്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് അതും ഇതും എല്ലാം ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുമ്പോഴത്തേനാണ് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയും എല്ലാം ചെയ്യും. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് കുറെ ദിവസങ്ങൾ കൊണ്ട് ആകത്തുള്ളൂ. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേന് നമ്മൾ ഇപ്പം 50, 40, 50 വയസ്സുള്ള ചിലപ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരാളായിരിക്കും ജിമ്മിലോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവർ 1 കിലോയുടെ ഒരു വെയിറ്റ് എടുത്തായിരിക്കും ആദ്യം കൊടുക്കുന്നത്. അല്ല കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇതോ 1 കിലോ, ഇത് ഞാനൊരു 5 കിലോ അല്ലെ 10 കിലോ ഒക്കെ ഞാൻ എടുക്കും എന്നുള്ള ആ ധൈര്യത്തിലായിരിക്കുന്നത്. ആ 1 കിലോ ഉപയോഗിച്ച് ഒരാഴ്ചയെങ്കിലും 1 കിലോ അങ്ങനെ 2 കിലോ ആക്കി അങ്ങനെയാണ് വെയിറ്റ് കൂട്ടിക്കൊണ്ട് വരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് മസിലുണ്ടാകാൻ വേണ്ടി ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപകടം വരുന്നത്. അതുകൊണ്ട് ജിമ്മിൽ പോകുന്നവർ കഴിവതും ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും ഈ പ്രോട്ടീൻ പൗഡർ, സ്റ്റിറോയിഡ് ഉപയോഗിക്കരുത്. ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. നിങ്ങൾ നാച്ചുറലായിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്ന ഒരുപാട് സാധനം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കോഴിമുട്ടകളുണ്ട്, അതുപോലെ മുതിരയുണ്ട്, അതുപോലെ ചെറുപയറ്, അങ്ങനെ ഒരുപാട് റാഗി പൗഡർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോട്ടീൻ ഉള്ള സാധനങ്ങളുണ്ട്. അതുപോലെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരീരം ഒരുപാട് ബിൽഡ് ചെയ്യാൻ ഒരു നല്ലപോലെ ഫുഡ് കഴിക്കണം. അത് ബോഡി ബിൽഡർ ആകണം. ബോഡി ഫിറ്റ്നസ് ചെയ്യുന്ന ഒരു സാധാരണ ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ. ഇതെല്ലാം ചോദിച്ചറിഞ്ഞതിന് മാത്രമേ ഒരു ജിമ്മിൽ പരിശീലനം തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും.